ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റാങ്ക് ഫയലാണിത്. 4 വോള്യത്തിലാണ് വരുന്നത്. പിന്നെ 4 വോള്യത്തിൽ വരുമ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടാണ് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് ബുക്കിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഇത്രയും ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. അപ്പം ഈ ബുക്കിൻ്റെ പേജസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം എല്ലാ ടോപ്പിക്കിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ആ സിലബസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളിപ്പം ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഓരോ ആക്റ്റുകൾ, അതൊക്കെ ഇങ്ങനെ ഓരോന്നും നല്ല എക്സ്പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ റാങ്ക് ഫയൽ എടുക്കുകയാണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ടോപ്പിക്സ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ മാക്സിമം പോയിൻറ്റ്സ് നമുക്ക് എല്ലാം റെഫർ ചെയ്തിട്ട് SCERT ആയിട്ട് NCERT ആയിട്ട് എല്ലാം റെഫർ ചെയ്തിട്ട് മാക്സിമം പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിഗ്രി ലെവലിനൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ടോപ്പിക്സ് നല്ല ആഴത്തിൽ ഡീപ്പായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സിലബസും കവർ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ടുള്ളൊരു ബുക്കായിട്ട് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് വായിക്കണമെന്നല്ല, നമുക്ക് ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും നമുക്ക് കൂടുതൽ അറിവുണ്ടാക്കാനായിട്ട് നമുക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കണ്ടൻസ് ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണിക്കാം. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് നമ്മുടെ ഈ NCERT ടെക്സ്റ്റിലൊക്കെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാംസ്, ഫിഗേഴ്സ്, ടേബിൾസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡയറക്റ്റ് എങ്ങനെയാണോ ആ ഒരു ബുക്കിൽ അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതേ ഫിഗേഴ്സൊക്കെ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പം ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് തന്നെ മാക്സിമം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടേബിൾ വൈസ് അറേഞ്ച്മെൻറ്റ്സ്, NCERTയിലൊക്കെ ഡയറക്റ്റ് നമ്മുടെ SCERT ആകട്ടെ NCERTയിലാകട്ടെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് PYQs ഇടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വായിക്കുമ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് ഇല്ലേ, അപ്പോൾ ആ പോയിൻറ്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ടോപ്പിക്കും അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സിവിക്സിൻ്റെ പോർഷനാണ്. അപ്പം ഇത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എനിക്കൊരു കുറവായിട്ട് തോന്നിയത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാം വായിച്ചു നോക്കാൻ കുറച്ച് മടിയുള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ എങ്കിലും എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. ഇതിൻ്റെ വോളിയം 2 വന്നിരിക്കുന്നത് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും പോർഷൻസ് ആണ്. ഇതും സെയിം തന്നെ ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും ഇപ്പോൾ ആർട്സ് എടുക്കുകയാണെങ്കിൽ അതിലെ ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് SCERT NCERT ബുക്ക് വായിച്ചിട്ട് ഇത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ അതിൽ പഠിക്കേണ്ട മെയിൻ പോയിൻറ്റ്സ് എല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. പിന്നെ ടെക്സ്റ്റിൽ തന്നെ ഡയറക്റ്റ് ഫിഗേഴ്സും അതുപോലെ തന്നെ ബോക്സസും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ടെക്സ്റ്റ് ഇനി പോയി റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് NCERT ടെക്സ്റ്റ് വായിച്ചില്ലെങ്കിലും ഈ ഒരു ഗൈഡ് വെച്ചിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള റാങ്ക് ഫയൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും മലയാളം എഡിഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ PSCയുടെ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, പ്രിഫറൻസ് അതിനായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പം നിലവിലുള്ള റാങ്ക് ഫയൽസിൽ ബെറ്റർ ആയിട്ടുള്ളത് ലക്ഷ്യയുടെ തന്നെയാണ്. പിന്നെ എല്ലാ ടോപ്പിക്സും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ രീതിയിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ റാങ്ക് ഫയൽ കൂടെ വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള വോളിയം നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വോളിയത്തിൽ വരുന്നത് ജോഗ്രഫിയുടെ പോർഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ ജോഗ്രഫിക്ക് വേണ്ടി മാത്രമാണ് അവർ ഇത്രയും പേജസ് കൊടുത്തിരിക്കുന്നത്. ജോഗ്രഫിയുടെ കണ്ടൻസ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ വരുവാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി തന്നെ നിങ്ങൾ നോക്കിയറിയാം ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഇതിന് മുമ്പുള്ള എഡിഷൻ ബുക്കിൽ കുറച്ചുകൂടി പേജസ് കുറവായിരുന്നു. പക്ഷേ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ നല്ലതായിട്ട് ഫാക്ട്സ് കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ PSCയുടെ മാറുന്ന ട്രെൻഡ്സൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവർ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചിലപ്പം വിട്ടുപോകുന്ന പോയിൻറ്റ്സ് ഒക്കെ ആയിരിക്കാം PSCയിൽ ചിലപ്പോൾ നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരണ്ടേ. അപ്പോൾ അങ്ങനെ നോക്കാനാണെങ്കിൽ ഇതിൽ ഓൾമോസ്റ്റ് ഓൾ ദ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് ആയിട്ട് ഇതിലുള്ള ഫിഗേഴ്സും ടേബിൾസും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് വോളിയം ജസ്റ്റ് ഒന്ന് നോക്കാം. ലാസ്റ്റ് വോളിയത്തിൽ വരുന്നത് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, മലയാളം, മാത്സ് അങ്ങനത്തെ ടോപ്പിക്സ് ആണ്. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു
നമ്മൾ വേറൊരു PYQ ബുക്ക് എടുത്ത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രത്യേകം ഗൈഡ് വാങ്ങി മലയാളം ഇംഗ്ലീഷ് മാത്സൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ തന്നെ മാക്സിമം ഇതിൻ്റെയൊക്കെ കുറേ ടോപ്പിക്സും എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതിൽ തന്നെ ഇപ്പോൾ മാത്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഡയറക്റ്റായിട്ട് SCRT NCERT ഒക്കെ പ്രോബ്ലംസ് കൊടുക്കത്തില്ല. ആ പ്രോബ്ലംസ് വരെ മാത്സിൻ്റെ പോർഷൻസിലൊക്കെ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന SCRT NCERT ഇപ്പം നിലവിലുള്ള പുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ബുക്ക് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് തന്നെയാണെങ്കിലും മാത്സിലൊക്കെ ഇപ്പം ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോൾ അതൊക്കെ ഇവർ സെപ്പറേറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇനിയിപ്പം ഇംഗ്ലീഷൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇംഗ്ലീഷൊക്കെ ഒത്തിരി റാങ്ക് ഫയലൊക്കെ നോക്കി റെഫർ ചെയ്യുന്നില്ല നല്ലത്. ഇങ്ങനെ മീൻസ് ഭയങ്കര കൺസൈസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഓരോ മോഡൽ ടൈപ്സ്, പിന്നെ അതിലുള്ള ഓരോ എക്സാമ്പിൾസ്, അങ്ങനെ പിന്നെ PQ കോർണർ എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയറിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് അതും കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വെക്കാബുലറി കൊടുത്തിട്ടുണ്ട്. മലയാളം ആണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇവിടുത്തെ മലയാളം കൊടുത്തിരിക്കുന്ന ഈ NCERTയുടെ SCRTയുടെ ഒക്കെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ട് മലയാളത്തിൻ്റെയൊക്കെ വെക്കാബുലറിയും വേർഡ്സും പര്യായപദങ്ങളും സമാനപദങ്ങളും ഒക്കെ കൊടുത്തു കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഇവരിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓവറോൾ പറയാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു PSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഫുള്ളി റെഫർ ചെയ്യാൻ പറ്റിയ ബുക്കുകളാണ് ഇവരുടെ. എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിന് ഡിസഡ്വാൻറ്റേജ് ഒരേ കാര്യമായിട്ട് വേണേൽ പറയാം. കാരണം ഇതിൽ ഒത്തിരി പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പം എല്ലാം പഠിക്കാൻ ഒരു മടി തോന്നാൻ കാരണമുണ്ട്. ഇപ്പം ഞാൻ ഈ ബുക്ക് വാങ്ങിയ പിന്നെ ഇതിൽ ഞാൻ റെഫർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകാത്ത പോർഷൻസ് കുറച്ചുകൂടി എനിക്ക് വായിക്കണമെന്ന് തോന്നുന്ന പോയിൻറ്റ്സ് ഒക്കെയാണ് ഞാൻ ഈ ബുക്കിൽ റെഫർ ചെയ്ത് പഠിക്കുന്നത്. അല്ലാത്തൊരാൾക്ക് ചിലപ്പോൾ ഇത്രയും വലിയ ബുക്കും ഇത്രയും കണ്ടൻസും കാണുമ്പോൾ ഭയങ്കര മടുപ്പ് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഈ NCERTയുടെ SCRTയുടെയും കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബെസ്റ്റ് റാങ്ക് ഫയലാണ്. നമുക്കിത് എല്ലാ ലെവലിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മലയാളം എഡിഷനാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി LDC LGS ലെവൽസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇപ്പം LDCയുടെ LGSൻ്റെ ലെവൽസിലും ഒക്കെ വരുന്നത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഞാൻ ഇംഗ്ലീഷ് ലെവൽ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് കുറച്ചുകൂടി നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ പഠിക്കുമ്പോൾ ബെറ്റർ. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു ബെറ്റർ ബുക്കാണിത്. എനിക്കിത് കിട്ടിയത് 1499 റുപ്പീസിനായിരുന്നു. 2000 എന്തോ ആയിരുന്നു, പക്ഷെ എനിക്ക് ഓഫറിൽ എന്തോ 1499 റുപ്പീസിനാണ് കിട്ടിയത്. 4 ബുക്സ് ഈ ഒരു റേറ്റിന് അത്യാവശ്യം നല്ല വെർത്തിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങി ഇത് ട്രൈ ചെയ്ത് നോക്കാം.